എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അലക്സ നമ്മുടെ ഇക്കോ ഡോട്ടിൻ്റെ 4th ജനറേഷൻ്റെ ഒരു റിവ്യൂ പോലെയാണ്. റിവ്യൂ അല്ല, ഒരു ജസ്റ്റ് ഞാൻ കുറച്ച് യൂസായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വെച്ചിട്ട്, പിന്നെ നമ്മുടെ ഇക്കോ ഡോട്ട് 3rd ജനറേഷൻ്റെ എന്താ ഡിഫറൻസ് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വെച്ചിട്ടാണ്. അപ്പോൾ ചാനൽ പുതിയ വന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. സെറ്റിംഗ് അപ്പോൾ ഒക്കെ നമ്മുടെ നോർമൽ ഞാൻ ഓൾറെഡി അൺബോക്സിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് 3rd ജനറേഷനൊക്കെ ആയിട്ട് ഒരു ഡിഫറൻസും ഇല്ല. അതുപോലെ സെയിം ആപ്പ് തന്നെയാണ്. ഇപ്പോൾ ഡിഫറൻസ് എന്ന് പറയാനുള്ളത് ഇവരുടെ സ്പീക്കറും അതുപോലെ ഡിസൈൻസുമാണ് മാറിക്കുന്നത്. സ്പീക്കറിൽ നമുക്ക് ഇതിൻ്റെ ആംപ്ലിഫയർ കുറച്ചും കൂടി പവർഫുള്ളായിട്ടുള്ള ആംപ്ലിഫയർ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കുറച്ച് സൈസും കൂടിയിട്ടുണ്ട്. മറ്റത് ശരിക്കും എൻ്റെ ഹാഫ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കുറച്ചുകൂടി സൈസ് കൂടിയിട്ടുണ്ട്. പിന്നെ ഡിസൈൻ എന്തായാലും മാറിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഇത് ഗ്ലോബ് സ്റ്റൈലാണ്. അപ്പോൾ പിന്നെ മൈക്കൊന്നും വിസിബിൾ അല്ല, മൈക്കൊക്കെ ഉള്ളിൽ തന്നെയാണ്. പിന്നെ സ്വിച്ചൊക്കെ ഇൻറ്റിഗ്രേറ്റഡ് പോലെയാക്കി. അതുപോലെ സ്വിച്ചുമേ ലൈറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരെണ്ണത്തുമേ ഇപ്പോൾ ഇത് മൈക്കിൻ്റെ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ലൈറ്റ് കാണാൻ പറ്റുമായിരിക്കും. റെഡ് ലൈറ്റ് മൈക്കിൻ്റെ ഓഫിൻ്റെ സ്വിച്ചിനാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് മച്ചേൻ്റെ ഞാൻ മിക്ക എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ നമുക്ക് ഒരു കാര്യം നോക്കാനുള്ളത് നമുക്ക് റൂട്ടീൻ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളത് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഓപ്ഷൻ കാണാം, ക്രിയേറ്റ് ചെയ്യാൻ റൂട്ടീൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആപ്പിൽ ഓപ്ഷൻ കാണാം. അപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ റൂട്ടീനിൽ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വേറെ ഓപ്ഷൻസ് കുറവ് കിട്ടും. അപ്പോൾ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ അലക്സ ആസ്ക് Good night and good luck. How are you, Ajay? How is all day? Hope it's good. Wish you good luck. ഇതിപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ഒരു റൂട്ടീനാണ്. അപ്പോൾ ഞാൻ ആസ്കും ചോദിക്കുമ്പോൾ ആളിങ്ങനെ നമ്മളെ പറ്റി ചോദിക്കും. അതുപോലെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നു റൂട്ടീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്റ്റാർട്ട് മൈ ഡേ നമുക്ക് എന്തെങ്കിലും നെയിം കൊടുക്കാം, അല്ലെങ്കിൽ ചേഞ്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തുവേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ എന്താ പർപ്പസ് ഇത് കൂടെ കൊടുക്കാം. അതുപോലെ പിന്നെ നമ്മൾ എന്ത് ചോദിക്കുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ എന്ന് വെച്ചാൽ അലക്സ സ്റ്റാർട്ട് മൈ ഡേ എന്ന് പറഞ്ഞിട്ട് ഇതിൽ ഡിഫോൾട്ടായിട്ടുള്ളതാണ്. നമുക്ക് എന്ത് വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അലക്സ ആസ്ക് എന്ന് വെച്ചിട്ട് കൊടുത്തതാണെന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്കിവിടെ ആഡ് ആക്ഷൻസ് ഞാൻ സെറ്റപ്പ് ഉണ്ട്. അതിൽ നമുക്ക് അലക്സ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓപ്ഷൻ നല്ല അലക്സ സേസ് എന്നുണ്ട്, അത് നമ്മളോട് പറയണത്. അതുപോലെ കലണ്ടർ ഓപ്ഷൻ ഉണ്ട്, ഡേറ്റ് ആൻഡ് ടൈം ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ഡിവൈസ് സെറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇഷ്ടംപോലെ ഫുൾ ഓപ്ഷൻസ് ഉണ്ട്. സ്മാർട്ട് ഫോം ഓപ്ഷൻ, സൗണ്ട്, ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൽ നമുക്ക് എന്താ പറയേണ്ടതെന്ന് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടെൽ യു സംതിങ് ന്യൂ എന്ന് നമുക്കിവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അലക്സ വിൽ ടെൽ യു സംതിങ് ന്യൂ ആൻഡ് ഫൺ എവരിഡേ, അത് നമുക്ക് പറയും. അത് നമുക്കിവിടെ ആഡ് ചെയ്ത് പോകാം. ഈ ആക്ഷനിലത്തെ ഓരോ ഫീച്ചറാണ്, നമുക്ക് ഇത് ആഡ് ചെയ്യാനുള്ള ആക്ഷൻസാണത്. പിന്നെ നമുക്ക് ഏത് ഡിവൈസിനാണ് വേണ്ടതെന്ന്, അതിപ്പോൾ ഇക്കോ ഡോട്ട് വേണോ അതോ നമ്മുടെ ഈ മൊബൈൽ വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോർമലി ഇക്കോ ഡോട്ട് ആണല്ലോ വേണ്ടത്. പിന്നെ നമുക്ക് ഈ എനേബിൾ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം നമ്മുടെ ഇതിലേക്ക് പോയി. ഇറ്റ് മേ ടേക്ക് അപ് ടു 1 minute ഫോർ വോയിസ് റൂട്ടീൻ ടു ബി റെഡി ടു യൂസ് അത് വന്നു നമ്മുടെ. അപ്പോൾ നമ്മുടെ റൂട്ടീൻസ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഇപ്പോൾ 2 റൂട്ടീൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതുപോലെ നമുക്ക് റൂട്ടീൻ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇപ്പോൾ മോർണിംഗ് എണീച്ചിട്ട് ഇത് എന്താ പറയേണ്ടത് വെച്ചാൽ നമുക്ക് ഇപ്പോൾ മോർണിംഗ് ഇപ്പോൾ നമ്മൾ എണീക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ അലക്സോട് എന്തെങ്കിലും പറയാം. അപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു സെറ്റ് ചെയ്ത് അലക്സ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ നമ്മുടെ ഇപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യുന്ന പോലെ ആ റൂട്ടീനെല്ലാം പറഞ്ഞു തരും. ഇപ്പോൾ നമുക്ക് ന്യൂസ് പറയണോ അതേപോലെ വെതർ പറയണോ അതൊക്കെ നമുക്ക് ആ റൂട്ടീനിൽ പോയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നമ്മൾ ഈ പറയുന്ന ഈ കീവേഡ് അനുസരിച്ച് ആൾ ഫുൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്തതൊക്കെ പറയും. അപ്പോൾ നമുക്ക് മോർണിംഗ് എണീച്ചിട്ട് നമുക്കിപ്പോൾ ഈ ന്യൂസ് അറിയണം, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇപ്പോൾ ഒരു ബെസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് അതുപോലെ നമ്മൾ കിടക്കുമ്പോൾ ചെറിയൊരു മ്യൂസിക് വേണം, അങ്ങനെ നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഗുഡ് നൈറ്റ് അങ്ങനെ കീബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ ആൾ ആക്റ്റീവായിട്ട് നമുക്കൊരു ചെറിയൊരു മ്യൂസിക് വെച്ച് തരും. അങ്ങനെ ഇഷ്ടംപോലെ റൂട്ടീൻ നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു ബെസ്റ്റ് സംഭവമാണ്. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ ഈ തന്നെയൊക്കെ താമസിക്കുന്ന സമയത്തൊക്കെ റൂട്ടീൻ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇത് നമ്മുടെ എല്ലാ വേർഷനിലും ഉണ്ട് ഇത് ഓപ്ഷൻ. പിന്നെ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. വലിയ അതായിട്ട് 3rd ജനറേഷൻ അല്ലാണ്ട് വേറെ ഡിഫറൻസ് ഒന്നും കാണാനില്ല. അതുപോലെ ബാസ് നല്ല എഫക്റ്റ് വന്നിട്ടുണ്ട്. വെച്ചാൽ ശരിക്കും ഈ ഇരിക്കുന്ന മേശടക്കം ഒരു വൈബ്രേഷൻ വരുന്നുണ്ട്, അത്രയ്ക്ക് എഫക്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല ഹൈ വോളിയം വന്നിട്ടുണ്ട്. അതുപോലെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് ഡിഫറൻസ് പറയാനുള്ളത് മറ്റേ 3rd ജനറേഷനായിട്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷേപ്പും സൈസും അത് തന്നെയാണ്. പിന്നെ ലൈറ്റിൻ്റെ കാര്യം ഞാൻ പറയാനുള്ളത്, പിന്നെ ലൈറ്റ് താഴെ ആയി കഴിഞ്ഞത് താഴെ ഇപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലൈറ്റ് ശരിക്കും താഴെ നമ്മൾ വെച്ചിരിക്കുന്ന സർഫസിലേക്കാണ് ഫേസ് ചെയ്യുക. അപ്പോൾ ശരിക്കും അവിടെ ഒരു 3D ഇഫക്റ്റ് വരും. ഇപ്പോൾ ലൈറ്റ് കുറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നല്ലൊരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കളർ അഡീഷനും വന്നിട്ടുണ്ട്. പിന്നെ സൗണ്ട് എഫക്റ്റ് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ അലക്സ പ്ലേ എ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക്. Sorry, I'm not sure. അങ്ങനെ ഇപ്പോൾ കോപ്പിറൈറ്റ് ഉള്ള മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ചോദിച്ചപ്പോൾ ആൾക്കറിയില്ല എന്നാണ് പറയുന്നത്. അതുപോലെ നമുക്കിപ്പോൾ ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷും ഹിന്ദി മാത്രമേ തന്നെ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പിന്നെ നമുക്ക് സ്കിൽസ് സെലക്ട് ചെയ്യാൻ വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ
സ്കിൽസ് കാണാം അവിടെ. സ്കിൽസ് ആൻഡ് ഗെയിംസ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു സ്കില്ല് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ സ്കില്ല് നമുക്ക് ഇഷ്ടമുള്ള ഡയലോഗ്സ് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ ഒരു പറയാൻ വെച്ചാൽ, അലക്സ ഓപ്പൺ മൈ ക്വസ്റ്റ്യൻസ്. I can answer any question from your my questions list. What's your question? എങ്ങനെയുണ്ട്? Super adipoli. ഇതിപ്പോൾ ഞാൻ ഒരു ചോദിച്ച ഒരു കുഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി സ്കില്ലിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മലയാളം ലാംഗ്വേജ് സപ്പോർട്ട് ഇല്ല, അപ്പോൾ വരുന്നതാണ് അവർ പറയുന്നത്. ഇപ്പോൾ എപ്പോൾ വരുന്ന അറിയില്ല. അപ്പോൾ അതുവരെ നമുക്ക് തൽക്കാലം ഇങ്ങനെ ഉപയോഗിക്കാം. സ്കില്ല് ക്രിയേറ്റ് ചെയ്തിട്ട് മൈ ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചിട്ട് നോക്കാൻ പറ്റും. പിന്നെ നേരത്തെ ഒരു ഓപ്ഷൻ വന്ന പോലെ നമുക്ക് ഈ റിംഗ് ലൈറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഒരു നൈറ്റ് ലൈറ്റ് പോലെ ഉപയോഗിക്കാം. അതാണ് അലക്സ ഓപ്പൺ നൈറ്റ് ലൈറ്റ് എന്ന് വെച്ചാൽ ഇത് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പത്താമത് ഞാൻ ഓൾറെഡി ഓണാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അലക്സൻ്റെ ആപ്പ് നമുക്കൊന്ന് ചെറുതായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഇതിൽ നമ്മുടെ ആഡിങ് ഡിവൈസിൻ്റെ മുകളിൽ പിന്നെ ലിസ്റ്റ് ആൻഡ് നോട്ട്സ് ഉണ്ട്. നമുക്കിപ്പോൾ ഷോപ്പിങ്ങിൽ ക്രിയേറ്റ് ലിസ്റ്റ് ചെയ്യണോ അതൊക്കെ ഷോപ്പിങ്ങിലുണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ഡിവൈസ് ആണെങ്കിൽ നമുക്ക് ഇതെക്കുറിച്ച് ഷെയർ ചെയ്യാം ഉണ്ടാക്കി കഴിഞ്ഞാൽ. അതുപോലെ റിമൈൻഡേഴ്സ് വെക്കാം. അപ്പോൾ ഇതിനോട് പറഞ്ഞാൽ മതി അലക്സ ആഡ് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ആൾ ചോദിക്കുക നമുക്ക് എന്താ ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ. പിന്നെയുള്ളത് അലാറാംസ് ടൈം അത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. നമുക്ക് അലാറാം വയ്ക്കാൻ പറ്റും. അതുപോലെ റൂട്ടീൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതപ്പോൾ 2 എടുക്കുന്നുണ്ട്. ആ വാറിയും കൊടുക്കുന്നുണ്ട്, സ്റ്റാർട്ട് മൈ ഡേ ഉണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ എക്സാമ്പിൾ സ്റ്റാർട്ട് മൈ ഡേ കാണിച്ചു തരാം. കുറച്ച് മുമ്പ് ക്രിയേറ്റ് ചെയ്തതാണ്. അലക്സ സ്റ്റാർട്ട് മൈ ഡേ. Good morning. I did a quick check of the latest news and gathered some heartwarming stories that's sure to put a smile on your face. To hear them, just say, give me some happy news. Alexa, stop. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് മൈ ഡേയിൽ വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. നമുക്കിത് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ നമുക്കിത് എന്ത് ന്യൂസാണ് വേണ്ടതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ മ്യൂസിക് വേണോ മ്യൂസിക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റൂട്ടീൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല സംഭവമായിരിക്കും. അതുപോലെ വെതർ, നമുക്ക് ടെമ്പറേച്ചർ ആയിട്ടോ അതൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിൽസ് ആൻഡ് ഗെയിംസാണ്. നമുക്ക് ഇതിനെ കൊണ്ട് പഠിപ്പിക്കാനും പറ്റും. നമുക്ക് ആഡ് ചെയ്യാൻ അവിടെ ഉണ്ടോ. അപ്പോൾ 6 എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ നമുക്ക് ഇഷ്ടംപോലെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ തിങ്സ് ടു ട്രൈ എന്ന് പറഞ്ഞാൽ ഇവർ തന്നെ കുറച്ച് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ ന്യൂ എന്താ ചോദിച്ചിട്ട് ഇപ്പോൾ എന്താ പറയുക T20 ആക്ഷൻസ് പറ്റും. അതുപോലെ ഹോമിൽ എന്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അലക്സ പ്ലേ മഹാഭാരത്, അങ്ങനെ കുറേ പ്ലേ മ്യൂസിക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. നമുക്ക് അവരോട് ആൾ എന്തെങ്കിലും ആൻസർ പറയും. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അലക്സ വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സൺ? Hot. Very hot. But different parts of the sun have different temperatures. The sun's surface is approximately 5,504 degrees Celsius, while the core is approximately 1,49,99,727 degrees Celsius. Nuclear fusion creates these extreme temperatures, while gravity pulls the sun's gases towards its center, which concentrates all of its heat. Alexa, stop. അപ്പോൾ നമുക്ക് എന്ത് ചോദിച്ചാലും ആൻസർ ഇതിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഇതിന് നമുക്കറിയാത്ത ഇപ്പോൾ ഫണ്ണി ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നെ അലക്സ ആർ യു എ മെയിൽ ഓർ ഫീമെയിൽ? I'm female in character. അല്ല, എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൾ ആൻസർ പറയും. അപ്പോൾ ഈ നമ്മുടെ സൗണ്ടിൻ്റെ ഇത് വെച്ചിട്ടാണ് ഫീമെയിൽ കാണുന്നത്. Alexa, stop. Alexa, stop. ഇതിപ്പോൾ ഞാനിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷും ഹിന്ദി സെറ്റ് ചെയ്തിട്ടുണ്ട് ലാംഗ്വേജ്. അതിലാണ് ഇപ്പോൾ നമ്മുടെ ഹിന്ദി കയറി വന്നതാണ്. ഇപ്പോൾ മലയാളം സപ്പോർട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഡേയ്സ് ബൈ ഡേയ്സ് വരെ ലാംഗ്വേജ് സപ്പോർട്ട് ആഡ് ചെയ്യുന്നതാണ് പറഞ്ഞത് ആമസോൺ. അതിപ്പോൾ മലയാളം വരുമോ എന്ന് ഉറപ്പൊന്നുമില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് സ്കില്ല് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ തൽക്കാലം മലയാളം വേർഡ്സ് വെച്ച് ഉപയോഗിക്കാൻ മാത്രം. അപ്പോൾ എന്തായാലും അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പീക്കർ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ മറ്റനായിട്ട് നല്ല ഡിഫറൻസ് വരുന്നുണ്ട് സ്പീക്കറിൻ്റെ ക്വാളിറ്റിക്കും, അതുപോലെ ബാസിനും ക്ലാരിറ്റിക്കും, പിന്നെ ലൗഡ്നെസ്സും കൂടുതലുണ്ട്. ഇത് ശരിക്കും നമ്മുടെ അത്യാവശ്യം ഒരു ഇത്രയും ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നല്ല ഹൈ വോളിയത്തിൽ വയ്ക്കുമ്പോൾ നമ്മുടെ ഇതൊക്കെ ഇളകുന്ന പോലെ ഒരു ഫീൽ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്രയ്ക്കും ബാസും അതിൽ ആംപ്ലിഫയർ നല്ല ക്വാളിറ്റി ആംപ്ലിഫയർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ പാട്ട് കേൾക്കുന്നവർക്കൊക്കെ നല്ല ഡിഫറൻസ് തോന്നും. അതുപോലെ കുറച്ചും കൂടി ലുക്കും വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഷോക്കേസിൽ വയ്ക്കാനും അതുപോലെ ലൈറ്റ് കാരനൊക്കെ അത്യാവശ്യം ലുക്ക് വന്നിട്ടുണ്ട്. മറ്റത് വെറും ഒരു പ്ലെയിൻ ഒരു സംഭവം ഒരു സർഫസ് പോലെ ആയിരുന്നല്ലോ. ഇതും കൂടി കുറച്ചും കൂടി ലുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഷോക്കേസ് ഐറ്റം പോലെ വന്നിട്ടുണ്ട് ലുക്കായിട്ട്. അപ്പോൾ അത് അങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള റെക്കമെൻഡ് തന്നെയാണ്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. വലിയ ഡിഫറൻസ് അല്ല, ഒന്നുമില്ല എന്ന് പറയാം. ഡിഫറൻസ് ആയിട്ട് എല്ലാം സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് താഴെ ഇടാം. അപ്പോൾ മാക്സിമം നമ്മുടെ ലിങ്കിൽ നിന്ന് വാങ്ങാൻ നോക്കുക. അങ്ങനെ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.